വക്രതുണ്ട മഹാകായ സൂര്യകോടി സമപ്രഭ നിർവിഘ്നം കുരു മേ ദേവ സർവകാര്യേഷു സർവദാ. அண்ணே அவன் வந்துட்டான். முடிச்சிருங்கடா இன்னைக்கு அவனை. ഇനിയൊക്കെ നിങ്ങളുടെ കയ്യിലാണ്. ആനക്കട്ടിയിലേക്കുള്ള വണ്ടിയാണല്ലോ. ചോരൊക്കെ കണ്ട് വീശിയെടുക്കണം കേട്ടാ. ആൾക്കാരൊക്കെ ആനന്ദത്തിൽ ആറാടണം. നിന്നെയൊക്കെ ഒരു കാര്യം ഏൽപ്പിച്ചപ്പോഴേക്കറിയായിരുന്നു ഇതൊക്കെ എങ്ങനെ നടക്കുള്ളൂ. ജോസഫ് ഏട്ടൻ ഇത് എന്ത് വർത്താനാണ് പറയുന്നത്? നമ്മൾ രണ്ടുപേരും കൂടിയുള്ള കൗൺസിലറെ കാണാൻ പോയത്. ഇപ്പൊ ഇത് എന്റെ മാത്രം കുറ്റായ? അതല്ലട ഷവിയെ, ഞാൻ നോക്കിയേ, ഇനി 3 മിനിറ്റുള്ള വണ്ടി ഇടാൻ കേറിപ്പോയേ. എന്റെ പൊണ്യാളോ, ഇതിപ്പോ എന്ത് ചെയ്യും? ചേട്ടായി, ചേട്ടാ ഒരു നാരങ്ങ സോഡ. സതീശ, ജോസഫേട്ട ആനക്കട്ടിലേക്ക് ബസ് ഇറക്കി നേട്ടല്ല. ഫസ്റ്റ് ട്രിപ്പ് ഫ്രീ ആണെന്നും കേട്ടു. ഓ, അതിന്റെ പരിപാടിയാണ് നടക്കണേ. അത് ശരി. മുതലാളിമാർക്ക് എന്താ ആവാൻ പാടുള്ളത്? ആനക്കട്ടിയിലേക്ക് വണ്ടി ഫ്രീ ആണോ? അതെ അതെ, പിന്നല്ലാണ്ട്. എന്ത് ചെയ്യും? എന്തെങ്കിലും ഒന്ന് ചെയ്യടാ. മനുഷ്യനവിടെ നീയാ കട്ടി. കറക്റ്റ് ടൈമിലാണ് നീ വന്നത്. ജോസഫേട്ട, ഉദ്ഘാടനം ചെയ്യാനുള്ള ആളെ കിട്ടി. ആ പീറ കൗൺസിലർ ആർക്ക് വേണം? ഇവനാണ് ആനക്കട്ടിയിലെ ആദ്യത്തെ ഡയറക്ടർ ആനന്ദ് ഭാഷ. ഒന്നും പറയണ്ട. ജോസഫേട്ട, തേങ്ങ എവിടെ? പൊട്ടിക്കടാ. പൊട്ടിക്ക്. വണ്ടിയൊക്കെ പൊതി വന്നേ. നീ എന്ത് പരിപാടി കാണിച്ചു? എന്താ? ഞാൻ ആകെ തകർന്നിരിക്കുക. എന്റെ സിനിമ നിന്ന ഞാൻ മുങ്ങിയതാ ചെന്നൈന്ന്. ദൈവമേ, ജോസഫേട്ടന്റെ വണ്ടി നിൽക്കൂ. എടാ, ഞാൻ ആകെ പെട്ടിരിക്കുക. ആ ചെട്ടിയാരെ കയ്യിലെങ്ങാനും കിട്ടിയ അഴഞ്ഞ പൂട്ടും. എന്തുണ്ടായി? അതൊക്കെ കൊറേ പറയാണ്ട്, ഞാൻ പറയാം. വണ്ടി എടുക്കാറേ, വാ വന്ന് കേറ്. അതെ, ഈ കാര്യം ആരോടും പറയണ്ട, വീട്ടിലടക്കം കേട്ടാ. ട്രിപ്പ് കഴിഞ്ഞിട്ട് ഞാൻ വരാം, എന്നിട്ട് നമുക്കൊന്ന് ഇരിക്കാം കേട്ടാ. വാ, അപ്പൊ ശരി, നീ കേറ്. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ. അപ്പൊ വണ്ടി പോട്ടെ. വിട്ടോ. അങ്ങോട്ട് നോക്കിയാളോ. അതെന്താണ് അത്? നമ്മുടെ നാട്ടില് ഭാഷ രജനീകാന്ത് കടിത്ത് ഭാഷ 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 രജനീകാന്ത്
അനു നിന്റെ അച്ഛനെപ്പോഴും ഈ സിനിമയിൽ വരണേ? അമ്മേ അമ്മേ അച്ഛൻ എപ്പോഴാ ഈ സിനിമയിൽ വരുന്നേ? നോക്കിക്കൊണ്ടിരി. എടാ എന്റെ അച്ഛൻ ഇപ്പൊ വരും, നോക്കിയിരുന്നു. ഹലോ ചെക്ക് ചെക്ക്. ഹലോ മൈക്ക് ചെക്ക്. വടക്കേപ്പാട്ടുകാരുടെ താലവും കൂടങ്കൂട്ടുകാരുടെ താലവും എത്തിയാലുടനെ കരിമരുന്ന് പ്രയോഗം ഉണ്ടായിരിക്കുന്നതാണ്. കരിമരുന്ന് പ്രയോഗം കഴിഞ്ഞാലുടനെ ഭാഷാ സിനിമയുടെ പ്രദർശനം ആരംഭിക്കുകയായി. 14ാമത്തെ വർഷവും ഭാഷാ സിനിമ നമുക്കായി സ്പോൺസർ ചെയ്യുന്നത് ക്ഷേത്രം മേൽശാന്തിയും ആനക്കട്ടി ബാങ്കിലെ ക്യാഷുമായ കഴിഞ്ഞ 14 വർഷമായി ഭാഷ അമ്പലമുറ്റത്ത് കളിക്കുന്നുണ്ട്. അതിന്റെ പ്രധാന കാരണം എന്റെ അച്ഛനാണ്. അച്ഛൻ ഭാഷയിൽ അഭിനയിച്ചു എന്നാ പറയുന്നത്. വർഷത്തിലൊരിക്കൽ നാട്ടുകാർക്കൊപ്പം ഭാഷ കാണാൻ ഞാനും ഉണ്ടാവും. ഇത്രയും കാലം ഞാൻ അച്ഛനെ തിരഞ്ഞു, പക്ഷേ സിനിമയിലെവിടെയും അച്ഛനെ കണ്ടുകിട്ടിയില്ല. എങ്കിലും വർഷത്തിലൊരിക്കൽ ഭാഷ അമ്പലമുറ്റത്തുണ്ടാവും. ഇക്കാലം അത്രയും ഭാഷയ്ക്കൊരു മാറ്റം ഉണ്ടായിട്ടില്ല. അത് കണ്ടുകൊണ്ടിരുന്ന ഞങ്ങൾക്കാണ് മാറ്റം ഉണ്ടായത്. പെണ്ണുകത കൂട്ടമ വരും സിംഗോ സിംഗിളത വരും എപ്പോഴും മാണിക്കും എനിക്ക് ഒരു പേർക്ക് ഭാഷ മാണിക് ഭാഷ. വർക്കായില്ലേ? എടാ എന്തൊക്കെ പറഞ്ഞാലും ഈ വാനടിക്കണേക്കാളും കുളിരല്ലേ ഇവന്റെ ഈ ഭാഷക്ക്. നോക്കി രോമൊക്കെ നീറ്റ് വന്ന് നോക്കി. ഹായ് അനുവിന്റെ ഭാഷയും തേവരുടെ ഉത്സവം, ഇതിൽ നല്ല കോമ്പിനേഷൻ വേറെ ഇല്ല. നീ സൂപ്പറാണാ, അടിപൊളിയാണ്. നീയാ ഞങ്ങളുടെ ഭാഷ മാണിക് ഭാഷ. ആ ചെറുകത്തിയല്ലോ. നമ്മുടെ ഭാഷ വിളിക്കാൻ ഷിബു കൊച്ചിന്ന് ആളിറക്കി. ഭാഷ വിളിക്കാനാ നമ്മളോടുള്ളപ്പോളാ. ഷിബു എത്ര കാശ് നിനക്കൊക്കെ? ഓഹോ വായിലാണല്ലേ. കൊന്നാലോടാ നമുക്ക്. അതൊന്നും വേണ്ട, നമുക്ക് മാറി ഭവാനിയിൽ ഒഴിക്കാൻ പറ്റും. എന്നിട്ട് വേണം പുഴ ചീത്തയാവാൻ. അതിനു മുമ്പേ ഉമ്മാരെ നമുക്കൊന്ന് പരിചയപ്പെടണ്ടേ? ഇനി നിന്റെ വർത്താനത്തൊന്ന് കേക്കട്ടടാ. ഏത് ബ്രാൻഡ് അടിക്കാൻ ചോദിക്കടാ? ചോദിച്ചത് കേട്ടടാ, ഏത് ബ്രാൻഡാണ് അടിക്കുന്നത് നിങ്ങള്? പറയണം. കുറ്റ ഏതാന്ന് മനസ്സിലായോ? ഏതാ? അവന്റെ മുഖം കണ്ടറിയാം. മോനെ ടേസ്റ്റ് ഒക്കെ അറിയാലേ? പണ്ട് പെനാൽറ്റി വരുമ്പോ പിരിവിട്ട് വാങ്ങുന്നത് കൊച്ചിയിലൊന്നും ഇപ്പൊ സ്റ്റോക്കില് ബ്രോ. ബ്രോയാ? നീ എന്താ വിളിച്ചേ? ബ്രോന്ന്. അതെ, ഇവിടെ നിയമമുണ്ട്. തന്റെ ഒറ്റ കൂട്ടുകാരനെ വിളിക്കുന്നേ ബ്രോന്നും ഗ്രോന്നല്ല, കട്ടീന്ന. കട്ടീന്ന് പറഞ്ഞ മനസ്സിലായോ? ഒരേ തുലാസ് തൂങ്ങുന്ന 2 കട്ടികൾ ഒരുമിച്ച് തൂങ്ങും. പറഞ്ഞു കൊടുക്കാൻ ചെറുക്കെ മനസ്സിലായോ? ഒരുമിച്ച് തൂങ്ങണമെന്ന് മനസ്സിലായോ? എന്താ നിന്റെ പേര്? ഞാൻ ഫ്രാങ്കോ കട്ടി, ഇത് ഗോമസ് കട്ടി, ഇത് സൈമൺ കട്ടി. എല്ലാടെ കട്ടി പഠിച്ചല്ലോ അല്ലേ? കട്ടീസ് പഠിക്കാതെ പിന്നെ. ഈ മനുഷ്യനോട് എത്ര തവണ പറഞ്ഞിരിക്കണോ ഇങ്ങനെ ജനലിലൂടെ പുറത്തേക്ക് തുപ്പല്ലേന്ന്? ഓ വേണ്ട, ഇനി മുതലേ പുറത്തു അകത്തേക്ക് തുപ്പിക്കോളാം. എന്തേ? അങ്ങനെയാണല്ലോ ഇപ്പോഴത്തെ ഒരു കാലം. ഞാനിത് ആരോടായി പറയണേ? അമ്മ, ഈ അച്ഛനെ കൊണ്ട് എന്ത് കഷ്ടോ?
ഇന്ന് രാവിലെ വഴിയിലൂടെ പോകുമ്പോ ആളുകളൊക്കെ ചോദിക്കാം ഇക്കുറിയെങ്കിലും ഭാഷ സിനിമയിൽ അച്ഛനെ കണ്ടോന്ന്. എന്റെ തൊലി ഉരിഞ്ഞു പോയി. അച്ഛൻ ഈ ഭാഷ സിനിമ കാരണം മനുഷ്യന് വഴിയിലൂടെ നടക്കാൻ പറ്റില്ല. അച്ഛൻ എന്താ ഒന്നും മിണ്ടാത്തെ? എന്താ ഇപ്പൊ എന്റെ കുട്ടിയുടെ പ്രശ്നം? ആ വഴി നടക്കാൻ പറ്റുന്നില്ല എന്നല്ലേ ഉള്ളൂ. വേറെ ഇഷ്ടം പോലെ വഴിയുണ്ടല്ലോ. ഓട്ടി പെണ്ണ്. അച്ഛൻ തമാശിക്കണ്ട. അല്ല, അച്ഛനത് ഇത്ര പിടിവാശി? ഭാഷ സിനിമ തന്നെ കളിക്കണം. വേറെ എത്ര നല്ല സിനിമ ഉണ്ട്. അച്ഛൻ നോക്കിക്കോ, ഇതിങ്ങനെ പോയാ ഈ വർഷം അച്ഛന്റെ ഭാഷ കാണാൻ ആരും ഉണ്ടാവില്ല. അച്ഛന്റെ മോള് പോലും ഉണ്ടാവില്ല. എന്റെ ലച്ചു, എന്റെ കാശ്, എന്റെ തേവരുടെ മുറ്റം. എന്റെ കൊക്കിൽ ജീവനുള്ളിടത്തോളം കാലം ഇവിടെ ഭാഷ തന്നെ കളിപ്പിക്കും. ലോടിയേ, അതിനിപ്പോ ആരും കൂട്ടില്ലേലും എനിക്ക് ഒരു വിഷയമില്ല. ഞാനും എന്റെ മോനും കൂടെ ഒറ്റയ്ക്കിരുന്ന് കണ്ടോളാം. മാണിക് ഭാഷ 100 തുടച്ചുന്ന 100 തുടച്ചെന്ന് മതി. ആന്റണി അച്ഛന് പറ്റിയ മോൻ. എന്താടി അമ്മേ, അമ്മി അമ്മേ, അമ്മി ഈ ഭാഷാ സിനിമയുടെ പേര് പറഞ്ഞ അമ്മയുടെ മോൻ എന്തൊക്കെ വൃത്തികേടുകളാ കാണിച്ചു വിടണേന്ന് അറിയോ? എന്ത്? നമ്മുടെ ജാൻസി ആന്റി ഇല്ലേ, അവരുടെ മോളെ കുറിച്ച് ഇവൻ എന്തൊക്കെ അപവാദങ്ങളാ പറഞ്ഞു നടക്കണേ. എപ്പോ? അപ്പൊ അതാണ് നിന്റെ പ്രശ്നം. എന്റെ മോളെ, ആ ജാൻസിയുടെ കൊച്ച് ഈ ഷിബുവിന്റെ ബൈക്കിന്റെ പുറകിൽ നിന്ന് കറങ്ങി നടക്കുന്നത് ഈ നാട്ടുകാർ മൊത്തം കണ്ടിട്ടുള്ളതാണ്. അതവ ഇവിടെ വന്ന് പറയുന്നതിന് എനിക്ക് യാതൊരു പരാതിയുമില്ല. പിന്നെ കള്ളു കുടിച്ചതാണ് നിന്റെ വിഷയമെങ്കിൽ അത് ഈ പ്രായത്തിലെ ചെറുപ്പക്കാർക്ക് പറഞ്ഞിട്ടുള്ളതാ അല്ലേടാ? അവള് പറയുന്നതിലും കാര്യമില്ലേ സ്വാമി? എന്റെ രേവു, ഇവനെ പോലുള്ള ചെറുപ്പക്കാർ ഇവിടെ ഉള്ളത് കൊണ്ടാണ് ഈ നാട്ടിലെ പെങ്കൊച്ചുകൾ കുറച്ചെങ്കിലും വഴിതെറ്റാതെ നടക്കുന്നത്. യോമാരുടെങ്കിലും കണ്ണിപ്പെട്ടെങ്കിലും എന്നുള്ള പേടി കൊണ്ടായിരിക്കാം അല്ലേടാ? എടാ, എന്നാലും ഈ നരയൊക്കെ നീ എങ്ങനെയാടാ ഒപ്പിച്ചത്? പൗഡറാ 100 നിറയിപ്പോട്ടാ 10 നിറയിപ്പോട്ട് മതി. സൂപ്പറായിരിക്കും. അച്ഛൻ കള്ളു കുടിച്ചില്ലേ? അതിന് ബാക്കിയോട്ട് ഇരിപ്പുണ്ട് ഫ്രണ്ട്സിനോട്. ഞാൻ പോയി കുട്ടി കലാശിട്ട് വരട്ടെ. ഓടാ കള്ള അവിടുന്ന്. അല്ലെങ്കിൽ എനിക്ക് വീട്ടിൽ ഒരു വിലയില്ല. ഓ, കണ്ടല്ലോ നിങ്ങളുടെ ഒരു മോൻ. അയ്യോ, അത് നമ്മുടെ മോനല്ലേ, എന്റെ മാത്രമൊന്നും അല്ലല്ലോ. എടാ, ഡീസന്റ് ആവണം. നമ്മളവരെ കാണാൻ വന്നാൻ തോന്നരുത്. ആ കാര്യം ഞാൻ ഏറ്റു. ലച്ചു, ദേ താല്പര്യമില്ലാന്ന് പറഞ്ഞവരൊക്കെ വന്നേക്കണം. ഫുൾ സ്റ്റാൻഡേർഡ്. ഓക്കേ. ഇവരോ? ഇന്ന് നല്ല മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇന്ന് മാത്രമല്ല, ഇനി അങ്ങോട്ട് മഴ ചറ പറ പെയ്യും. ഇതാണാ നീ പറഞ്ഞ ഐശ്വര്യ? ആ, എനിക്കിതാണ് ഐശ്വര്യറായി. ബെസ്റ്റ്. രാമ രാമ രാമയല്ല, അയ്യപ്പന. അയ്യപ്പ രക്ഷിക്കണേ. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാവര രക്ഷ രക്ഷ മഹാബാഹുർ ശാസ്ത്രേ തുഭ്യ നമോ നമ. ഭഗവാനേ, അങ്ങോട്ട് കൊടുക്ക. സ്വാമിക്കെന്നെ മനസ്സിലായില്ലേ? എനിക്കങ്ങോട്ട് പൂർണ്ണമായിട്ട് മനസ്സിലായിട്ടില്ലല്ലോ. ഞാൻ ജോറ. ജോറ നീയായിരുന്നു? എഞ്ചിനീയറെ കല്യാണം കഴിച്ച് എറണാകുളത്തേക്ക് പോയിട്ട് പിന്നെ ഇങ്ങോട്ട് കണ്ടിട്ടേ ഇല്ല. ഇതെന്റെ മോള് ജെറിൻ. മോളെന്ത് ചെയ്യുന്നു? ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് നിൽക്കും. അതെയോ? പണ്ട് നമ്മുടെ അച്ഛന്മാരെ കുറിച്ച് ഇട്ടിട്ടുള്ളതാ. ഇവന്റെ അച്ഛൻ അവന്റെ അച്ഛനോട് പറയണത് എന്റെ അച്ഛൻ കേട്ടതാ. ഞാനും കേട്ടു, അപ്പൊ നീയും കേട്ടു. ഇനി ആരും പറയാനില്ല. സിവിൽ സർവീസിന് നോക്കണം. സാമിയുടെ മക്കളൊക്കെ ദേ നിൽക്കുന്നു. മൂത്തവൻ ആനന്ദ്, ഇത് ലക്ഷ്മി. മോനെന്ത് ചെയ്യുന്നു? ഡിഗ്രി കഴിഞ്ഞിരിക്കുന്നു. അച്ഛനെ പോലെ ബാങ്ക് ജോലിക്കാവും താല്പര്യം. അതല്ല അമ്മായി, ഇവൻ സംവിധായകനാവാൻ പോവാ. അതെയോ? ആനക്കട്ടിയിലെ ആദ്യത്തെ സംവിധായകൻ ആനന്ദ് ഭാഷ. സ്ഥലത്തി നീ ചെല്ല്, ഞാൻ അവിടെ വരാം.
ദേവു ദേവു നീ അറിഞ്ഞോ? എടി അതെ, ജോസഫിന്റെ ബസ് ഉദ്ഘാടനം ചെയ്തത് നമ്മടെ മോനാ. അതെയോ? ആ എപ്പോ? ഇന്ന് രാവിലെ ബാങ്കിൽ ഐഷ എനിക്ക് മൊബൈലിൽ കാണിച്ചത്. അല്ല അവൻ എവിടെ? അയ്യോ ചോദിക്കല്ലേ, അവനകത്തുണ്ട്. വന്നപ്പോ തൊട്ട് ഒരേ ഇരിപ്പാ, മുറിയും അടച്ചിട്ട്. പഴയ കളിയും ചിരി ഒന്നുമില്ല നമ്മുടെ കുട്ടിയുടെ മുഖത്ത്. എടോ മണക്കൂസേ, ഒരു ഷെഡ്യൂള് കഴിഞ്ഞ് വരുന്ന സംവിധായകന്റെ മാനസികാവസ്ഥ എന്താണെന്ന് തനിക്ക് അറിയാവുന്നതല്ലേ? ഓവ് അതാ ഞാൻ ശല്യം ചെയ്യാതിരുന്നത്. സ്വാമി പോയി അവന് ഊണ് കഴിക്കാൻ വിളിക്കേ, ഞാൻ എടുത്തു വെക്കാം. ശരി ആയിക്കോട്ടെ. മോനെ അനു ദാ എന്റെ തേവരെ, ഞാൻ ആരെയാ ഈ കാണുന്നത്? സംവിധായകനെയോ എന്റെ മോനെയോ? വാ നീ ഇരിക്ക്, ആദ്യം ഭക്ഷണം കഴിക്കാം. വിശേഷങ്ങളൊക്കെ പിന്നെ പറയാം. വേണ്ട ചേ, എനിക്ക് വിശപ്പില്ല. അച്ഛൻ കഴിച്ചോ? ഇരിക്കു മോനെ, യാത്രാക്ഷീണം കൊണ്ടാവും. ഭക്ഷണം കഴിച്ച് വിശ്രമിച്ച ഒക്കെ ശരിയാവും. എടോ തനിക്കൂടെ വേണമെങ്കിൽ ഇരിക്കാം കേട്ടോ. ആനക്കെട്ടിൽ ആദ്യ സംവിധായകനോടൊപ്പം ഒരു ലഞ്ച്. കളിയാക്കിയതല്ല മോനെ. അച്ഛനറിയില്ല എന്റെ പ്രശ്നങ്ങള്, എന്റെ സിനിമ. അച്ഛന് സിനിമ അറിയില്ല എന്ന് മാത്രം നീ പറയരുത്. എടാ ഒന്നുമില്ലെങ്കിലും ഭാഷ സിനിമയിൽ അഭിനയിച്ച ഒരാളല്ലേ നിന്റെ അച്ഛൻ. അക്കാര്യം മറക്കരുത് കേട്ടോ. അതല്ല ഞാൻ പറഞ്ഞത്. അച്ഛാ ഇപ്പൊ ബസ്സിൽ വരുമ്പോഴില്ലേ ആളുകളൊക്കെ എന്നെ തന്നെയാ നോക്കണേ. സംവിധായകന്റെ അനിയത്തി അടക്കം പറയണ കേക്കുമ്പോ ഇല്ലേ, ഓ എന്താ പറയൂ. അമ്മേ അമ്മേ, അവളുടെ ഒരു സന്തോഷം കണ്ടോ? ദേവു ചോറെടുക്ക്.